ഇനി വരാൻ പോകുന്ന അടുത്ത് നടക്കാൻ പോകുന്ന പഞ്ചാബ് എന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ചകളുമൊക്കെ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. പഞ്ചാബ് തീർച്ചയായിട്ടും BJP തന്നെ പിടിച്ചെടുക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ പഞ്ചാബിൽ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയാണ്. അവർ ഏതാണ്ട് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എങ്കിലും വാർത്തകളിലും ഒന്നും തന്നെ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ പഞ്ചാബിൽ മാത്രമേ അവർക്ക് ഭരണമുള്ളൂ എങ്കിലും വാർത്തകളിലൊക്കെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് ആം ആദ്മി പാർട്ടിയെക്കുറിച്ചും അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചും ഒക്കെ തന്നെ പ്രചരിക്കുന്നത് സത്യം അതായിക്കൊള്ളണം എന്നില്ല. എന്നാൽ പോലും ഇപ്പോൾ പഞ്ചാബ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അമിത്ഷാ ചില തീരുമാനങ്ങളും ചില കാര്യങ്ങളും ഒക്കെ എടുത്തിരുന്നു. അത് അതിശക്തമായി തന്നെ പഞ്ചാബിൽ നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പം രാജീവ് ഛദ്ദയൊക്കെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി തീവ്ര ഹിന്ദുത്വത്തിലേക്ക് കടക്കുകയാണ്. പഞ്ചാബ് സിഖുകാർക്കും പ്രാധാന്യമുള്ള അവരുടെ സംസ്ഥാനമാണ്, സിഖ് മതസ്ഥരുടെ സംസ്ഥാനമാണ്. അപ്പം അവരൊക്കെ തന്നെ ഇവരെ കൈയൊഴിഞ്ഞ മട്ടാണ്. ഈ സിഖ് സംഘടനകളും സിഖ് വിശ്വാസികളും സിഖ് മത നേതാക്കളും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ ഏതാണ്ട് പൂർണ്ണമായി കൈയൊഴിഞ്ഞ മട്ടാണ് എന്നാണ് സൂചനകൾ. അതുകൊണ്ട് ഇപ്പോൾ തീവ്ര ഹിന്ദുത്വത്തിലേക്ക്, അതായത് അവിടെയുള്ള 30-40% ഹിന്ദുക്കളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ സ്വാധീനം നിലനിർത്താനായി ധൃതി പിടിച്ചു കൊണ്ടുവന്ന സിഖ് ഗുരുക്കളെ അപമാനിക്കുന്നതിനും സിഖ് മതചിഹ്നങ്ങൾ നശിപ്പിക്കുന്നതിനും കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അതൊന്നും അത്ര ഏറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതിനെ മറികടക്കാൻ 2 തന്ത്രങ്ങൾ പയറ്റുന്നു. ഒന്ന്, സ്ത്രീകൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുന്നു എന്നുള്ള വാഗ്ദാനങ്ങൾ ഇറക്കിയിരിക്കുന്നു. രണ്ടാമതായി, സിഖ് വോട്ടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച് സംസ്ഥാനത്തെ ജനസംഖ്യയിൽ 38 മുതൽ 40% വരെ ഹിന്ദു വോട്ടുകൾ അനുകൂലമാക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. ആപ്പിന്റെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ രംഗത്തിറക്കിയാണ് ഇവർ ഈ നീക്കം നടത്തുന്നത്. ഇങ്ങനെ ഭജന പാടിയൊക്കെ പലതരത്തിൽ ഹിന്ദു ഭജനകൾ ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പുതിയ പരിപാടി ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 22 ജില്ലകളിലെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭജൻ സന്ധ്യകൾ നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഭാര്യയോടൊപ്പം ജലന്ധർ, അമൃത്സർ, ഗുരുദാസ്പൂർ, ബട്ടാല എന്നിവിടങ്ങളിൽ നടന്ന ഭജൻ സന്ധ്യകളിൽ പങ്കെടുത്തു. ഹിന്ദു ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും സീതയുടെയും ലവകുശന്മാരുടെയും പേരിൽ ക്ഷേത്രങ്ങൾ പണിയുമെന്നും ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സൗജന്യമായി യാത്രയും ഹമാരെ റാം എന്ന നാടകം സൗജന്യമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ കളിപ്പിക്കും എന്നും ഈ ഭജൻ സന്ധികളിൽ വച്ച് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചു. ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പണി സമയത്തൊക്കെ തന്നെ ആ ഒരു രീതിയെ എത്ര വിമർശിച്ചയാളാണ്. അതായത് BJPയെയും RSSനെയും അതുപോലുള്ള ഹൈന്ദവ സംഘടനകളെയും ഒക്കെ തന്നെ അതിനിശ്ചിതമായും ക്രൂരമായും വിമർശിച്ച വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതൊക്കെ പഞ്ചാബിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഇനി ഭജന പാടി ഹിന്ദുക്കളുടെ വോട്ട് നേടാനുള്ള ശ്രമമാണ് അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത്. ഇതിന് വരുന്ന മറുപടികളും കമൻറ്റുകളും ഒക്കെ രസകരമാണ്. അതായത് ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ലെങ്കിലും ഭജന പാടി ജീവിക്കാം. ഈ പഞ്ചാബിലെ ഭജനയും മറ്റു കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഭജനയും പാട്ടുമായി എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന തുക തരും. കാരണം അരവിന്ദ് കെജ്രിവാൾ ആണല്ലോ ഭജന പാടുന്നത്. അതുകൊണ്ട് ചോദിക്കുന്ന തുകയും മറ്റു കാര്യങ്ങളും ഒക്കെ തരും. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഭജന പാടി, ഭാര്യയോടൊപ്പം ഭജന പാടി ഇനി അരവിന്ദ് കെജ്രിവാളിന് നടക്കാം എന്നൊക്കെയുള്ള കമൻറ്റുകളും ഈ വാർത്തയ്ക്ക് വരുന്നുണ്ട്.